GRCM എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രദീപ് കുമാർ. എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനകത്തുള്ളത്. എങ്കിലും നമ്മുടെ RCMന്റെ ഔപചാരികത എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഒരാളെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ആ ആൾക്കൂടെ സംസാരിക്കുന്ന ആളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ താമസിക്കുന്ന മല്ലപ്പള്ളിയാണ്. ശരിക്കും എൻ്റെ സ്വദേശം നെടുങ്കുന്നമാണ്. ഞങ്ങള് RCMൽ വന്നിട്ട് ഇപ്പോൾ അതിന്റെ 4 വർഷം ആകുന്നു. 2020 ഒക്ടോബറിലാണ് നമ്മുടെ കൊറോണ സമയത്താണ് RCMലേക്ക് വരുന്നത്. ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ നന്മ ഞങ്ങൾക്ക് തന്നത് പ്രിയപ്പെട്ട റെജിമോൻ സാറാണ്, ഞങ്ങളുടെ അപ്ലൈനായിട്ടുള്ള സ്റ്റാർ ഗോൾഡ്. പ്രത്യേകിച്ചും ആദ്യം തന്നെ റെജിമോൻ സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു നന്മ കാണിച്ചു തരണമെങ്കിൽ അത് ഈശ്വരീയമായ ഒരു അനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് ഈ ഒരു നന്മ പറഞ്ഞു തരാനായിട്ട് സാധിക്കൂ. സ്വീകരിക്കുക വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടും കുടുംബത്തോടുള്ള നന്ദി അവസരത്തിൽ പറയുന്നു. ഒപ്പം എല്ലാ ലൈൻ ഓഫ് സ്പോൺസേഴ്സിനെ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. സാർ എല്ലാ സ്പോൺസേഴ്സിനും എല്ലാ നമ്മുടെ അപ്ലയൻസിനും സ്വാഗതം ആശംസിച്ചതുകൊണ്ട് വീണ്ടും എടുത്തു പറയുന്നില്ല. ഈ ഒരു അവസരത്തിൽ TCJ കുടുംബത്തെയും പ്രത്യേകം സ്മരിക്കുന്നു. ഇത്രയും വലിയൊരു നല്ലൊരു പ്രസ്ഥാനത്തെ ലോകത്തിന് കൊടുത്തതിന് അദ്ദേഹത്തോട് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കാം. നമ്മൾ ബാധ്യസ്ഥരാണ് ലോകം മുഴുവൻ. അപ്പം ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഓർക്കുകയാണ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നമസ്കാരം. നല്ലൊരു പ്രഭാതമായിരിക്കട്ടെ, നല്ലൊരു ദിവസം. കാരണം ജൂലൈ 2 നമ്മൾ പുതിയ മാസം തുടങ്ങി. നമുക്കറിയാം, ഏതൊരു കാര്യത്തെ, ഏതൊരു ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം നമ്മൾ ഓരോ മാസം കഴിയും അടുത്ത മാസം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ തുടർച്ചയാണ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന അതാണ്. അപ്പൊ തുടർച്ചയായിട്ട് വീണ്ടും ആൾക്കാർ എല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വിശ്രമിക്കാനായിട്ട് ഇപ്പൊ സമയമില്ല, ശ്രമിക്കാനുള്ള സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഓടുക, കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. യാതൊരുവിധ ഷോർട്ട് കട്ടുകളും ഇല്ല. പഠിക്കുക, പ്രവർത്തിക്കുക, അതാണ് ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് RCMന്റെ സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പ്രവർത്തിച്ചിരുന്ന മേഖല പത്ര മേഖലയാണ്. ഒരു 24 വർഷത്തെ പ്രവൃത്തി പരിചയം ആ മേഖലയിലുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഒരു ജോബാണ്, അല്ലേ? ജോബിന്റെ ഫുൾ ഫോം നമുക്കറിയാം, ജസ്റ്റ് ഒബേ ദ ബോസ് എന്നാണ്. നമ്മളെല്ലാം ആദ്യം പഠിക്കുമ്പോഴും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഒക്കെ പറയുന്നത് പഠിച്ച് ജയിച്ച് നല്ലൊരു ജോലി വാങ്ങണം എന്ന് തന്നെയാണ്. നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജോലിക്കാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പക്ഷെ പഠിക്കുന്നത് നമുക്ക് അറിവ് നേടാനാണെന്ന് നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം. അപ്പം തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അറിവുണ്ടാവണം. അപ്പം അറിവും തിരിച്ചറിവും നമുക്കൊരു പക്ഷെങ്കില് രണ്ടും ഒന്നല്ലേ എന്ന് തോന്നാം. അതിനുള്ള ഒരു 2 വ്യത്യാസം നമുക്ക് പറയാം. ഇപ്പം നമുക്ക് ആണും പെണ്ണും എന്ന് പറയുന്നത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും നിൽക്കുന്ന കാണുമ്പോൾ ഇതൊരു ആണും പെണ്ണുമാണെന്ന് അറിയുന്നത് അറിവാണ്. അതിന്റെ തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ സുഹൃത്താണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മകളാണ്, ഇതെന്റെ സുഹൃത്ത്, എൻ്റെ സഹോദരനാണ് എന്നതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടണം, നല്ല അറിവ് നേടണം. അപ്പം അറിവ് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും തിരിച്ചറിവ് കിട്ടണമെന്നില്ല. അത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ അത്തരം അറിവുകളെല്ലാം നമുക്ക് പല അറിവുകൾ, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് അറിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവനവനെ കുറിച്ചുള്ള അറിവും തിരിച്ചറിവും. ഞാൻ ആരാണെന്നും ഞാൻ ഈ സമൂഹത്തിൽ എന്തിനു വേണ്ടി ഞാൻ നിലകൊള്ളണമെന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവ് അവനവനെ കുറിച്ച് തന്നെ ഉണ്ടായാലേ മറ്റുള്ളവരെ നമുക്ക് അപഗ്രഥിക്കാനും പഠിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കും, ഞാനാണ് നല്ലതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും. സാറേ ഓഡിബിൾ ആണ്, നല്ലവണ്ണം ക്ലിയർ ആണല്ലോ അല്ലേ? അതെ അതെ, ഓക്കെ.
അപ്പൊ അതിൽ നിന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം RCM എന്ന് പറയുന്നത്. അതിനു മുമ്പ് പല അറിവുകളും ഉണ്ടെന്ന് ധരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കില് ഒന്നോ രണ്ടോ മേഖലയെ കുറിച്ച് മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് RCM വന്നതിന് ശേഷം ആണ്. അപ്പൊ അതാണ് RCMന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ RCM എന്ന് പറയുന്ന ഒരു സർവകലാശാലയാണ്. അപ്പൊ ഇത് പലപ്പോഴും പറയാറുണ്ട്, ഇതൊരു കടല് പോലെയാണ്, അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ നമ്മുടെ ലീഡേഴ്സ് പറയാറ്. നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിലെ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ മുത്സാർ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ രാജൻ സാറ്, നമ്മുടെ ബാബു സാറ്, ഇവരൊക്കെ പറയുമ്പോൾ പറയാം 1% പോലും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് തുടക്കകാലത്ത് ഞാൻ RCMൽ വന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരൊക്കെ 1% പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ? ഇത് അതിൽ മാത്രം ഉണ്ടോ പഠിക്കാൻ? ഇത്രയ്ക്കുള്ള കാര്യമുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു, മറ്റുള്ളവർക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതിയിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് 1% എന്നല്ല, നമ്മൾ 0യിൽ നിന്നും താഴോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ പറയുന്നില്ല മൈനസ് ഡിഗ്രി തണുപ്പെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒന്നും അറിയില്ല എന്നുള്ളത് മനസ്സിലായത് RCMൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതിനു മുമ്പ് വരെ ഞാനായിരുന്നു കേമൻ എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഞാനെന്ന് ഞാൻ പറയാണ്. കാരണം എനിക്കില്ലാത്ത അറിവുണ്ടോ എന്ന് ഒരു പരിധി വരെ എന്നിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഒരു മനുഷ്യനാവാൻ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷവും നന്ദി ഒരു അവസരത്തിൽ ദൈവത്തോട് അർപ്പിക്കുന്നത്. ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് ഒരു ചെറിയ സ്ക്രീൻ ഷെയറിങ്ങോട് കൂടി തന്നെ നമുക്കൊന്ന് കാര്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം തന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്നെ കേൾക്കുന്നത് ആർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു നാണക്കേടോ വിഷമമോ ഒന്നും തോന്നരുത്. കാരണം ഇത് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഇതെനിക്ക് പറയാൻ പ്രചോദനം തന്ന വ്യക്തി എൻ്റെ ഭാര്യ തന്നെയാണ്, ശ്രീലത പ്രദീപ്. എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ ഹൈജീൻ ട്രെയിനറാണ്. ശരിക്കും ലതയുടെ കൂടെ ഉള്ള യാത്രയും ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഡിസ്കഷനും ഒക്കെ വന്നപ്പോഴാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചും മനുഷ്യ ശരീരം ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നും അവനവനെ മനസ്സിലാക്കേണ്ടതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഗുരു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവെന്നോ മക്കളെന്നോ കൂട്ടുകാരെന്നോ ഒന്നുമില്ല. ആരാണോ അറിവ് തരുന്ന അവരൊക്കെ നമുക്ക് ഗുരുക്കന്മാരാണ്. അപ്പം ഈ കാര്യത്തിൽ എനിക്ക് ഗുരുവായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഭാര്യ ശ്രീലത തന്നെയാണ്. ഈ ഒരു സമയത്ത് അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, എനിക്ക് കോൺഫിഡന്റ് തന്നു ഇത് പറയാനായിട്ട്. പ്രത്യേകിച്ച് മെൻസ് ഇന്റിമേറ്റ് പിന്നെ ഹൈജീൻ. അപ്പം സാധാരണ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് പറയുന്നു. സ്ത്രീകൾ, രജിമൻ സാർ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഹൈജീനെ കുറിച്ച് ഇപ്പം വളരെ വ്യാപകമായിട്ട് ഇപ്പം പിന്നെ നമ്മൾ RCMൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് നമുക്കറിയാം മിക്ക ക്ലാസ്സുകളും ശ്രീലത എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ കേരളത്തിൽ എടുക്കാറുണ്ട്, ഇന്ത്യയിൽ എടുക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതിനൊരു പ്രാധാന്യം, അത് അറിഞ്ഞിരിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം നമ്മളിലേക്ക് വന്നെങ്കിലും പക്ഷേങ്കിൽ ഒരു പുരുഷന്റെ ഹൈജീൻ, പുരുഷൻ എത്രത്തോളം ശുചിത്വം പാലിച്ചിരിക്കണം അത് അറിയാമെങ്കിൽ പോലും പലപ്പോഴും നമുക്കൊക്കെ അത് പാലിക്കപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഒരു കുടുംബ ജീവിതത്തില് ഒരു പുരുഷൻ എത്രത്തോളം ഹൈജീൻ ആയിരിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിൽ ആരോടും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പുരുഷനും സ്ത്രീയും ഒരുപോലെ ഹൈജീനിക് ആയിരിക്കണം, ശുചിത്വം പാലിക്കണം. പക്ഷെ അത് പഠിക്കേണ്ടത് എപ്പോഴാണ്? ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് അവരുടെ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. അവൻ വളർന്നൊരു പുരുഷനായി ഒരു ഗൃഹസ്ഥനായി മാറുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ മോന് വേണ്ടിയിട്ടും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവന് ഇതെനിക്ക് പ്രേരണ തന്ന വ്യക്തിയാണ്. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ RCM എന്നുള്ള ഈ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ
ആർസിഎം വേൾഡിലെ ആർസിഎം എന്നുള്ള ലോകത്തിലേക്ക് സ്വാഗതം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള ശരിയായ മാർക്കറ്റിംഗ് എന്താണെന്ന് അതിന്റെ അർത്ഥപദത്തിലൂടെ തന്നെ, റൈറ്റ് എന്നുള്ള വാക്കിലൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും, അത് ഉൽപ്പന്നത്തിന്റെ വിപണനത്തിനാണെങ്കിലും ഉപയോഗത്തിനാണെങ്കിലും പഠനത്തിനാണെങ്കിലും അതിന്റെ ഗുണത്തിലാണെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ റൈറ്റ് ആണ് ആർസിഎം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പൊ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അപ്പം എന്താണ് ഹൈജീൻ? ഹൈജീൻ എന്ന് പറയുന്നത് ശുചിത്വം. നമുക്കറിയാം മലയാളം ശുചിത്വമാണ്. അപ്പം WHO പറയുന്നത് എന്താണെന്ന് നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹൈജീന് കൊടുക്കുന്ന ഒരു നിർവചനമാണ്: ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനും സഹായിക്കുന്ന സാഹചര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും ആണ് ഹൈജീൻ അഥവാ ശുചിത്വം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ കൈ കഴുകുന്നതോ മുഖം കഴുകുന്നതോ കുളിക്കുന്നതോ അല്ല ഹൈജീൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അത് ആ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഹൈജീൻ എന്ന് പറയുന്നത്, ഞാൻ ഇന്നിങ്ങനെ ഇതിനെ പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോൾ അതൊരു ഗ്രീക്ക് വാക്കാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രീക്ക് പുരാണത്തിലെ ആരോഗ്യ ദേവതയുടെ പേരായ ഹൈജിയ എന്ന പദത്തിൽ നിന്നാണ് ഹൈജീൻ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് ശുചിത്വം. അത് നമ്മൾ പറയാറുണ്ട്: വൃത്തിയായി നടക്കുക, വെടിപ്പായിട്ട് നടക്കണം, ശുദ്ധി ഉണ്ടാവണം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ അതിന് തുല്യ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ശുചിത്വം എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാമായി. അപ്പം ആ ഒരു വാക്കിന് തന്നെ നമുക്ക് ഭയങ്കര അർത്ഥതലങ്ങളുണ്ട്, വ്യാപ്തിയുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു വാക്കാണ് ശുചിത്വം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയാണ്. അപ്പം ഞാന് ഇപ്പോൾ ഈ തുടക്കത്തില് റിജ്മോൻ സാർ പറഞ്ഞു ശുചിത്വത്തെ കുറിച്ച് പലരും പറയത്തക്ക ഒരു മഹാത്മാവിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഹൈജീനിലേക്കൊന്ന് കിടക്കാം. അന്യരെ ബോധ്യപ്പെടുത്താൻ ശുചിത്വം കാണിച്ചാൽ പോരാ, വീട്ടിൽ ശുചിത്വം തുടങ്ങണം. എവിടുന്ന് തുടങ്ങണം എന്നാ പറഞ്ഞിരിക്കുന്നത്? അടുക്കളയിൽ നിന്നും തുടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹൈജീൻ ആരംഭിക്കേണ്ടത്. അവിടെ നിന്നാണ് വ്യക്തി ശുചിത്വത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എത്രത്തോളം മഹത്തരമായിട്ട് ശ്രീനാരായണ ഗുരു നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഗുരുവിന്റെ വാക്കുകളെ കോട്ട് ചെയ്യുന്ന മറ്റൊന്നുകൊണ്ടല്ല, കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവാണ്. കേരളത്തിൽ ജനിച്ച് ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് ഇവിടെ വളർന്ന് ആൾക്കാരെ ഉദ്ബോധിപ്പിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്ത, ഒരു പക്ഷെങ്കിൽ ഹൈജീനെ കുറിച്ച് ആദ്യമായിട്ട് ബോധവൽക്കരണം നടത്താനായിട്ട് ശ്രമിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിന്റെ ശുദ്ധികളെ കുറിച്ച് സാറ് സൂചിപ്പിച്ചു. ഇത് പറയാതെ മറ്റാരും പറഞ്ഞിട്ടില്ല എന്നോ, മറ്റു മതഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളമായിട്ട്, ബൈബിൾ എടുത്താലും ഖുറാൻ എടുത്താലും ഭഗവത്ഗീത എടുത്താലും ശുദ്ധിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് ഏറ്റവും ആത്മശുദ്ധി, മനഃശുദ്ധി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത്. മനസ്സ് ശുദ്ധമായിരിക്കട്ടെ എന്നെപ്പോഴും പറയാറുണ്ട്. അവിടെയാണ് നമ്മുടെ ശുചിത്വം ആരംഭിക്കുന്നത്. അപ്പൊ അതിലൂടെ ഗുരു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പഞ്ചശുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതം എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധി എന്ന് പറയുന്നത് ശരീരശുദ്ധിയാണ്. വാക്ശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്, ഇന്ദ്രിയശുദ്ധിയുണ്ട്, ഗ്രഹശുദ്ധിയുണ്ട്. നമ്മുടെ ഗ്രഹം എപ്പോഴും ശുദ്ധമായിരിക്കണം. ഇത് മനുഷ്യർക്ക് പാലിക്കേണ്ട ഈ 5 കാര്യങ്ങൾ പാലിച്ചാൽ മതി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട്. അത് പെട്ടെന്ന് തന്നെ കടന്നു. ഇപ്പൊ ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശരിയാണ്, എല്ലാ ദിവസവും മലയാളികൾ പ്രത്യേകിച്ച് 2 നേരം കുളിക്കാറുണ്ട്. നമ്മൾ പല്ല് തേക്കും. രാവിലെ എഴുന്നേറ്റാണ് നമ്മൾ പല്ല് തേക്കും, കുളിക്കും. പിന്നെ ഇപ്പം നമ്മളെ തലമുടിയൊക്കെ കെട്ടുക, അല്ലെങ്കിൽ തലമുടി കൃത്യമായിട്ട് പുരുഷന്മാരാണെങ്കിൽ വെട്ടി ഒതുക്കി കൊണ്ട് നടക്കുക, ഇതെല്ലാം ശരീരശുദ്ധിയുടെ ഭാഗമായിട്ടാണ്. കൃത്യമായിട്ടുള്ള കുളി കാര്യങ്ങൾ ഒക്കെ വരും. ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാവാതിരിക്കും. നമുക്കറിയാം 2 നേരം നമുക്ക് കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശുദ്ധിയാണ് വാക്ശുദ്ധി. വാക്ശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വാക്കുകൾ ശുദ്ധമായിരിക്കണം. നല്ല വാക്കുകൾ സംസാരിക്കുക, മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പലപ്പോഴും നമ്മളൊക്കെ തമാശനാണെങ്കിൽ പോലും പല കാര്യങ്ങളും നമ്മൾ ചെറിയ മോശം വാക്കുകൾ അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാറുണ്ട്. മറ്റുള്ള ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ പറയാൻ പാടില്ല, അല്ലേ? അപ്പം പിന്നെ പണ്ടൊക്കെ നമുക്കറിയാം, പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ഒരു അംഗവൈകല്യം, കൈയോ കാലിനൊക്കെ അംഗവൈകല്യമുള്ളവരെന്ന
ക്യാപ്ഡ് എന്ന് പറയാറുണ്ടെങ്കിൽ ഇപ്പൊ അത് സർക്കാർ ഉൾപ്പെടെ ലോകം മുഴുവൻ മാറ്റി ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്നാക്കി മാറ്റി ആ വാക്ക്. അല്ലെ, മറ്റെന്തൊക്കെയോ പ്രത്യേക കഴിവുള്ള ആൾക്കാരാണെന്നാണ്. ഡിഫറൻറ്റ്ലി ഏബിൾഡ്, വ്യത്യസ്തമായ കഴിവുള്ളവർ എന്നാണ് അവരെ നമ്മൾ ഇപ്പൊ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പൊ ആ വാക്കിന്റെ ശുദ്ധിയെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കുക. അംഗവൈകല്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ്, വ്യത്യസ്തമായ കഴിവുള്ളവരെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ആ വാക്കിന്റെ ശുദ്ധിയിൽ മാറ്റം വന്നപ്പോൾ കേൾക്കുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്കും ഒരു കോൺഫിഡൻസ് കൂടത്തേ ഉള്ളൂ. അപ്പൊ അതാണ് വാക്ശുദ്ധി എന്ന് പറയാൻ ഏറ്റവും പ്രധാനമായിട്ട് ഗുരു പറഞ്ഞു. അതുപോലെ തന്നെ മനഃശുദ്ധി, ചിന്താശുദ്ധി. നമ്മുടെ മനസ്സിലെ ചിന്തകൾ ശുദ്ധമായിരിക്കണം. എന്റെ മനസ്സിലെ ചിന്ത വേറൊരാൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ അത് എന്റെ പ്രവൃത്തിയിലൂടെ ചിലപ്പം വരും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചിന്ത നമ്മളിലേക്ക് വരും, ഇയാൾ മോശമാണ്, ഇങ്ങനെയാണ്. ചില ആൾക്കാരുടെ സ്വഭാവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട്, അങ്ങനത്തെ മോശം ചിന്തകൾ നമ്മളിലേക്ക് വരല്ല. നല്ല ചിന്തകൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ എപ്പോഴും മെഡിറ്റേഷനും ധ്യാനവും ദൈവത്തോടും പ്രാർത്ഥിക്കുക. നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ. ചിന്തകളിൽ നിന്നാണ് നമുക്കത് പ്രവൃത്തിയിലേക്ക് മാറുന്നത്. അടുത്താണ് ഇന്ദ്രിയ ശുദ്ധി. നമുക്കറിയാം, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ്, 5 ഇന്ദ്രിയങ്ങളാണ്: കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. അപ്പം കണ്ണുകൊണ്ട് കാണുന്നത് നല്ല കാഴ്ചകളായിരിക്കണം, മോശം കാഴ്ചകൾ കാണാൻ പാടില്ല. അതാണ് കാഴ്ചയുടെ ശുദ്ധി ഉണ്ടായിരിക്കണം. നല്ല കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കണം. മൂക്ക്, നമ്മൾ ശ്വസിക്കുന്നത് നല്ല വായു ആയിരിക്കണം. മലിനമായതും അല്ല മോശപ്പെട്ട സ്ഥലത്തും നമുക്ക് നിന്നുള്ള ശ്വസനം നമ്മളെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കും, അല്ലെ? അപ്പം നല്ലത് ശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നാക്ക്, നമുക്കെപ്പോഴും 2 കാര്യങ്ങൾക്കാണ് നാക്കിന് നമുക്ക് ഗുണമുള്ളത്, അല്ലെ? ഒന്ന്, സംസാരിക്കുന്നതിന് നാക്ക് വേണം. 2, രുചി അറിയാനും വേണം. അപ്പം നല്ലത് പറയാൻ, വാക്ശുദ്ധിയിൽ നമ്മൾ പറഞ്ഞു നാക്കിന്റെ ശുദ്ധി ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ലതേ രുചിക്കാവൂ, നല്ലതേ നമ്മൾ കഴിക്കാവൂ. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം അത് നല്ല രുചിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ഏറ്റവും ശരീരത്തിന് മോശമായതും ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതുമാണെങ്കിൽ നല്ലത് മാത്രം നീ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് ചെവി. കേൾവിയുടെ ശുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. നല്ലത് കേൾക്കാൻ സാധിക്കുക. മോശമായ കാര്യങ്ങൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ മാറണം. അവിടെ നിന്ന് മറ്റുള്ളവരുടെ കുറിച്ചുള്ള കുശുമ്പും കുന്നായ്മയും കുറ്റങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ അഴിച്ചുവിടുന്ന സ്ഥലത്ത് നിന്ന് നമ്മളത് കേൾക്കാനോ അതിന്റെ ബാക്കി പറയാനോ നിൽക്കരുത്. നമ്മൾ അവിടുന്ന് മാറണം. ആരെക്കുറിച്ചായിക്കോട്ടെ, നമുക്കൊരാളെ കുറിച്ച് മോശമായിട്ട് പറയാനുള്ള അവകാശം നമുക്കില്ല. വിമർശിക്കാം, ആ വ്യക്തിയെ പോയി നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ മാറ്റാം, അല്ലാതെ മറ്റൊരാളോട് കുറ്റം പറഞ്ഞിട്ടായിരിക്കരുത്. അതുകൊണ്ടാണ് നല്ലത് കേൾക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ത്വക്ക്, നല്ലത് സ്പർശിക്കണം, സ്പർശന ശുദ്ധി. നമുക്കറിയാം, ഇന്ന് ലോകം കടന്നു പോകുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളും സ്ത്രീകളും. അപ്പം നല്ലത് സ്പർശിക്കുക. എൻ്റെ ശരീരത്തിൽ ഒരു മോശമായ സ്പർശമാണ്, അവിടെ നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല സ്പർശനം ഉണ്ടാവണം. അവിടെയാണ് ഗുരുവിന്റെ പഞ്ചശുദ്ധിയിൽ ഇന്ദ്രിയ ശുദ്ധിക്ക് 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കിക്കൊണ്ട് നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഗ്രഹശുദ്ധി പറയേണ്ട ആവശ്യമില്ല, വീടെപ്പോഴും ശുദ്ധമായിട്ടിടുക. ഈ കാര്യങ്ങളിലൂടെ ഈ 5 ശുദ്ധിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പുരുഷന്മാരുടെ ഇന്റിമേറ്റ് ഹൈജീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യാപ്തിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്താണ് മെൻസ് ഇന്റിമേറ്റ് ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം, കീപ് യുവർ ജെനിറ്റൽ ഏരിയ ക്ലീൻ ആൻഡ് ഡ്രൈ. അപ്പം നമുക്കറിയാം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ഇന്റിമേറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എപ്പോഴും നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. പുരുഷനും സ്ത്രീയും പുരുഷന്മാരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ശരീരത്തിന് പുറത്താണ്. അപ്പോൾ അവിടെ വേണ്ട എല്ലാ ക്ലീൻലിനെസ്സും നമുക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വേണ്ട താപനില പോലും അത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതി, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അതിനെ മാറ്റി ആ താപനിലയെ പോലും മാറ്റം ഉണ്ടാകുന്നതിനോടാണ് ശരീരത്തിന്റെ പുറത്ത് അത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് പറയുമ്പോൾ ആർക്കും ഒരു ഹരാസ്മെന്റ് ആയിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ നാണക്കേടായിട്ടോ തോന്നരുത്. കാരണം ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, നമ്മൾ ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് വീണ് കഴിയുമ്പോൾ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൃഷ്ടിയുടെ ഭാഗമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പഠനങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ
പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ഗൗപ്യമായിട്ട് ഇത് പറയാൻ മോശമല്ലേ, കേൾക്കുന്നവർക്ക് എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്നിടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങളിലേക്ക് പോകുന്നു. 90% രോഗങ്ങൾ ഉണ്ടാകുന്നതും ഇതുപോലുള്ള ശാരീരികമായ ശുചിത്വമില്ലായ്മ കൊണ്ടാണ്. അപ്പം ശുചിത്വം പാലിക്കുകയാണെങ്കിൽ 90% രോഗത്തെ നമുക്ക് അടക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് ഗ്രഹിക്കാനും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അവരൊരു പ്രായപൂർത്തിയായി സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിൽ വരുമ്പോൾ അവർക്ക് അവരുടെ പ്രൈവറ്റ് ഏരിയ, ഇന്റിമേറ്റ് ഏരിയ കൃത്യമായിട്ട് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ഡ്രൈ ആയിരിക്കേണ്ട ആവശ്യം. എപ്പോഴും അവിടെ ഈർപ്പം നിൽക്കാൻ പാടില്ല, ഡ്രൈ ആയിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പെട്ടെന്നുള്ള കുളി കാര്യങ്ങള്, യൂറിനേഷനൊക്കെ കഴിയുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ, ജോലിക്കൊക്കെ ഓടുന്ന ഓട്ടത്തിൽ ഇത് വളരെ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അത് 2 നേരവും നമ്മൾ ഇന്റിമേറ്റ് ഏരിയ ക്ലീനിലാക്കാനും വാഷ് ചെയ്യാനായിട്ടും ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഇന്നർ വെയേഴ്സ് ധരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം, ആൺകുട്ടികൾ ഇപ്പോൾ വീട്ടിൽ എപ്പോഴും പാന്റും അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്. പണ്ടൊക്കെ മുണ്ടൊക്കെ നമ്മൾ ഉടുക്കുമായിരുന്നു. അപ്പം എയർ സർക്കുലേഷൻ വേണ്ട ഇടമാണ് ഇന്റിമേറ്റ് ഏരിയ. പക്ഷെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. കാരണം ഒരു പാന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സും ചീപ്പും ഇതെല്ലാം സാമഗ്രികളെല്ലാം, വണ്ടിയുടെ താക്കോൽ, ഇതെല്ലാം നമുക്ക് പാന്റിനകത്തിനാണ്. എല്ലാവരും പാന്റ് കംഫർട്ടബിൾ ആയിട്ട് അങ്ങ് ഉപയോഗിക്കാം. പക്ഷെ അത് എപ്പോഴും നമുക്കറിയാം എയർ സർക്കുലേഷൻ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ധരിക്കുന്ന ഇന്നർ വെയർ ഇറുകിയതാണെങ്കിൽ അതും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പം കംഫർട്ട് ആയിരിക്കണം. നമുക്ക് ഒരിക്കലും ഒരു അമിതമായ ഇറുക്കമോ അമിതമായ അയഞ്ഞതോ ആവരുത്. അതൊരു കംഫിറ്റ് ആയിരിക്കണം. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രിം യുവർ പ്യൂബിക് ഹെയർ. നമുക്കറിയാം, ഒരു ആൺകുട്ടി വളർന്ന പ്രായപൂർത്തിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പൊ തലമുടി നമുക്ക് പുറത്ത് കൊണ്ടുപോയി നമ്മള് കൃത്യമായിട്ട് തലമുടി ഡ്രസ് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ പലപ്പോഴും ആൺകുട്ടികൾ പ്രായമായി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ അച്ഛന്മാർ അത് പറഞ്ഞു കൊടുക്കും. അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മമാർക്ക് ഒരു പരിധി കഴിയുമ്പോൾ പലപ്പോഴും ആൺകുട്ടികൾ അമ്മമാരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറ്. അപ്പൊ അവിടെ സഹായിക്കാൻ പറ്റുന്നത് അച്ഛനാണ് സഹായിക്കാൻ പറ്റുന്നത്. അച്ഛൻ അത് ചോദിക്കണം, കൃത്യമായിട്ട് എല്ലാം ചെയ്യാറുണ്ടോ, ട്രിം ചെയ്യണം. ഒരിക്കലും അവിടെ നമ്മള് ബ്ലേഡ് കൊണ്ട് ഷേവ് ചെയ്യില്ല, ട്രിം ചെയ്യുകയാണെന്ന്. കാരണം അവിടെ സ്കിന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലെന്നാണ് പറയുന്നത്. ട്രിം ചെയ്യാവേ ആകാവൂ. അപ്പൊ അത് പ്രത്യേകം, അത് നമുക്കറിയാം അണ്ടർ ആംസിലും ഒക്കെ വരും. അപ്പൊ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാല് വേർപ്പും കൂടെ കലർന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാം. അവിടെ ഫംഗസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. അതുപോലെ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊന്നും ഇതുവരെ അറിവില്ലാത്തൊരു കാര്യമായിരുന്നു നമ്മൾ സോപ്പായിരുന്നു തേച്ചുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ അറിയാം, മനുഷ്യന്റെ എല്ലാ വസ്തുവിനും pH ഉണ്ട്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പം അതില് പുരുഷന്മാരെ സംബന്ധിച്ചും അത് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 4.5 തൊട്ട് 5.5 അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇന്റിമേറ്റ് ഏരിയയുടെ pH വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. അവിടെ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിനൊക്കെ ധാരാളം pH കൂടിയ സോപ്പുകൾ തേക്കുമ്പോൾ അവിടെയുള്ള നല്ല ബാക്ടീരിയ നശിക്കാൻ സാധിക്കുകയും നമ്മുടെ തനിയെ ക്യൂർ ചെയ്യുന്ന ഒരു സംവിധാനത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഈ സോപ്പ് തേക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ കാലങ്ങളോളം സോപ്പ് തേച്ചിട്ട് നമ്മൾ തേച്ചരച്ച് കുളിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ തേച്ച പല സോപ്പുകളുടെയും നമ്മൾ അതിന്റെ TFM നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തുണി നനയ്ക്കാൻ അല്ലെങ്കിൽ മൃഗങ്ങളെ കുളിപ്പിക്കാൻ പറ്റുന്ന സോപ്പുകളൊക്കെ ആയിരുന്നു പണ്ട് നമ്മൾ ഉപയോഗിച്ച് കുളിച്ചിരുന്നതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോഴാണ്, RCMൽ വന്ന് പഠിച്ചപ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലായെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കുടുംബ ജീവിതത്തില്, ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തില് ശുചിത്വത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അത് പാലിക്കപ്പെടണം. അത് സ്ത്രീ മാത്രമല്ല, പുരുഷൻ മാത്രമല്ല, രണ്ടുപേരും ഒരുപോലെ ശുചിത്വം പാലിച്ചാൽ മാത്രമേ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പല ദാമ്പത്യ ജീവിതങ്ങളുടെയും തകർച്ചയില് ശുചിത്വമില്ലായ്മ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ വരുന്ന പല കേസുകളില് ദാമ്പത്യ ജീവിത തകർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ശുചിത്വമില്ലായ്മയാണ്. നമുക്കറിയാം, ഒരു
മനുഷ്യനെ അത് നമുക്കിപ്പം സൗഹൃദങ്ങളാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ നമ്മളെ ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു സുഹൃത്തായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് വായിലെ ദുർഗന്ധം. വായിലെ ദുർഗന്ധം സംസാരിക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആ വ്യക്തിയോട് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നന്നായിട്ട് വെള്ളം കുടിച്ചാല് വായിലെ ദുർഗന്ധം ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. പക്ഷെ പലരും അതിന് മൗത്ത് വാഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പം ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാൻ ആർസിഎമ്മിൽ പറയുന്നുണ്ട് അല്ലേ, ഒരാള് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് കുടിക്കാൻ സ്ഥിരമായിട്ട് അത് തുടർച്ചയായിട്ട് പാലിക്കപ്പെടുകയാണെങ്കിൽ വായിലെ ദുർഗന്ധത്തെ ഒരു പരിധി വരെ നമുക്ക് അകറ്റാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്റിമേറ്റ് ഏരിയയിൽ പൗഡറോ അല്ലെങ്കിൽ ഡിയോഡ്രന്റോ സ്പ്രേയോ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ അറിയാതെ പലപ്പോഴും നമ്മളൊക്കെ ചെറുതിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന ഇന്നർ വെയേഴ്സിൽ പല ഇറുക്കമുള്ളതാണെങ്കിൽ നമ്മുടെ തൊട ഇടുക്കുകളിൽ ചെറിയ ചെറിയ റാഷസ് ഉണ്ടാവും. അത് പിന്നീട് കുളിക്കുകയും നമ്മള് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമ്പം ഭയങ്കര നീറ്റലുണ്ടാവും. ഇതിന് പലപ്പോഴും ചെറുപ്പകാലത്തിലൊക്കെ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അറിവില്ലായ്മയാണ്. പക്ഷെ ഒരു കാരണവശാലും ഇന്റിമേറ്റ് ഏരിയയിൽ അത് ഉപയോഗിച്ചുകൂടാ. അതുപോലെ തന്നെ നല്ല ഒരു ശുചിത്വ പാലനത്തോടൊപ്പം നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങൾ നിലനിർത്തുന്നതിന് നല്ലൊരു ഹെൽത്തി ഡയറ്റ്, നല്ല ഭക്ഷണം വലിയ അനിവാര്യമായ ഇതും നമുക്ക് ആർസിഎമ്മിൽ പറഞ്ഞു തരുന്നുണ്ട്. നല്ല ഭക്ഷണത്തെ കുറിച്ച് പ്രോട്ടീൻ അടങ്ങിയ PBMF കഴിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും ശരീരത്തിന്റെ ശുചിത്വം പാലിച്ചാൽ മാത്രം കൊണ്ട് നമുക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റില്ല. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങൾ 30% വ്യായാമം ചെയ്യണമെന്ന് നമ്മളോട് ഗുരുക്കന്മാർ പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിന് റൂട്ടീൻ ദൈനംദിന സ്വഭാവം ഉണ്ടാവണം, സ്ഥിരമായിട്ട് ചെയ്യണം, സ്ഥിരമായിട്ട് അതിനെ കൺസിസ്റ്റൻസി ഉണ്ടാവണം. അതിനെ നമുക്ക് എന്താ പറയുന്നത്, എപ്പോഴും ഇതിന് പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നേരം മാത്രം. ഇപ്പം ഒരു ഡോക്ടറുമായിട്ട് ഒരിക്കൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ് പലപ്പോഴും പുരുഷന്മാര് ആയിട്ടുള്ള ആൾക്കാരെ പരിശോധിക്കുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്റിമേറ്റ് ഏരിയയിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശോധന നടത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മാത്രമല്ല, എപ്പോഴും നമ്മള് ശുചിത്വം പാലിച്ചിരിക്കണം. കാരണം പലപ്പോഴും ഇതൊക്കെ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ശുചിത്വത്തിന് ഏറെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ. അപ്പം മൊത്തത്തിൽ ടോട്ടൽ ശുചിത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈജീൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് പാലിക്കും. ഇത് നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന പ്രതിബദ്ധതയാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ശുചിത്വമുള്ള ആളായിരിക്കണം. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ശുചിത്വമില്ലായ്മ മറ്റുള്ളവർക്ക് കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും കൂടെ നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമാണ് ശുചിത്വം പാലിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇന്റിമേറ്റ് ഹൈജീൻ നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമത്തെയും കൂടെ, വെൽബീങ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ശുചിത്വം പാലിക്കാം. അപ്പം ഈ ശുചിത്വമൊക്കെ പാലിക്കപ്പെടുമ്പോൾ ആർസിഎമ്മിൽ നമുക്കിത് എങ്ങനെ നമ്മളെ സഹായിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട് അല്ലെ, നല്ല ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഇന്റിമേറ്റ് ഏരിയയിൽ ഇന്റിമേറ്റ് വാഷ് നമുക്ക് ഇന്ന് ഏറ്റവും സുലഭമായിട്ട് ഇന്ന് ജെൻസിനും ഉണ്ട്, ലേഡീസിനും ഉണ്ട്. അപ്പൊ അതില് നമുക്കറിയാം കീസോളിന്റെ മെൻസ് ഇന്റിമേറ്റ് വാഷ് നമുക്ക് പ്രോഡക്റ്റ് വൈസ് എടുക്കുമ്പോൾ നമുക്ക് ഇന്ന് ഒരു പക്ഷേ പരിധി വരെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ആമുഖമായിട്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഇന്റിമേറ്റ് വാഷിന്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ശരിക്കും നമുക്ക് ഒരു ഇന്റിമേറ്റ് ഏരിയ ക്ലീൻലിനെസ്സോടുകൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം നല്ല വാഷുകൾ വേണം ഉപയോഗിക്കാൻ. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വാഷുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ അതിലൊക്കെ ഒരുപാട് കെമിക്കൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പല മറ്റു ബുദ്ധിമുട്ടുകൾ സാധാരണയായിട്ട് വരുന്നുണ്ട്. ചില വാഷുകളൊക്കെ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെഡിസിനൽ പിന്നെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് എന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് മറ്റ് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇന്റിമേറ്റ് വാഷ്, കീസോളിന്റെ മെൻസ് ഇന്റിമേറ്റ് വാഷ് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
അപ്പൊ നമുക്കറിയാം അതിലെ കുറെ ഘടകങ്ങളെ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, പല മീറ്റിങ്ങുകളായിട്ട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ലോട്ടസ് എക്സ്ട്രാക്ട് ഉണ്ട്. നമുക്കറിയാം ഒരു റിഫ്രഷ്നെസ് കൊണ്ടുവരാനും സ്കിന്നിന്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട്, നമ്മുടെ ചർമ്മത്തിന്റെ ഇത് നിലനിർത്താനായിട്ട്, അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്. അത് ശരിക്കും ആന്റി ബാക്ടീരിയൽ ആണ്. അത് നമുക്ക് ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ മുറിവുകളോ ചെറിയ റാഷസ്, ഇച്ചിങ് ഇതൊക്കെ വരുന്നതിന് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ശരിക്കും നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ലാക്റ്റിക് ആസിഡ് പ്രത്യേകമായിട്ട് നമ്മളെ സഹായിക്കും. ചർമ്മത്തെ വരണ്ടുണങ്ങി പോകാതിരിക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ മിന്റ് ഉണ്ട് ഇതിനകത്ത്. ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഈ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നല്ലൊരു ആശ്വാസം തരുന്ന ഒരു ഘടകമാണ് മിന്റിന്റെ. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇയുടെ ഏറ്റവും എന്താണ്, സ്കിൻ എപ്പോഴും മോയ്സ്ചർ ആവാൻ നമുക്ക് ഈർപ്പം ഉണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഫംഗസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ തടയുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നമ്മൾ സ്മൂത്ത് ആയിരിക്കും, നമ്മുടെ ചർമ്മത്തെ സ്മൂത്ത് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡീപാന്തനോൾ, വൈറ്റമിൻ B5, അതിനെ ഡീപാന്തനോൾ എന്നും കൂടെ നമുക്ക് സോഫ്റ്റനിങ് വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ചർമ്മം എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ശരിക്കും ഇതിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ഈ പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മള് ഈ രണ്ട് തൊടയിടുക്കുകൾ എപ്പോഴും, കാലിന്റെ അരയ്ക്ക് താഴെ തൊടയിടുക്കുകളിൽ എപ്പോഴും കറുത്ത പാടുകൾ കൂടാനുള്ള സാധ്യത തന്നെ നമ്മുടെ ഇന്റിമേറ്റ് വാഷ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറുത്ത പാടുകളൊക്കെ മാറാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലൻജോയിൻ ഉണ്ട്. നമുക്ക് ഒരു ഇറിറ്റേഷനൊക്കെ ആന്റി ഇറിറ്റന്റ് ആണ്. അത് ഇറിറ്റേഷനെ ഒക്കെ നമുക്ക് മാറ്റും. സ്കിന്നിനെ ശരിയായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സംരക്ഷണമാണ്. നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒരു ഘടകമാണ് അലൻജോയിൻ തന്നെ. അതുപോലെ തന്നെ സീബക്തോൺ ഉണ്ട്. സീബക്തോൺ നമ്മുടെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്കറിയാം അതൊരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. അത് പലപ്പോഴും പല സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് ഇപ്പോഴാണ് അത് ഇത് പഠിച്ചതിന് ശേഷം ആണ് അതിന്റെ ഇത്രയും ഔഷധ ഗുണമുള്ളതാണെന്ന്. നമുക്ക് നല്ല വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡ്രൈനെസ്സിനെ മാറ്റാനായിട്ട്, ഇന്റിമേറ്റ് ഏരിയ എപ്പോഴും ഡ്രൈ ആയിരിക്കെ അവിടെ നമുക്ക് ഈർപ്പം, അവിടെ നമുക്ക് ഇച്ചിങ്ങോ വലിച്ചിലോ ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഘടകം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലത്തെ കുറിച്ചൊക്കെ ശ്രീല ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയല്ലേ, അതിനൊരു ഉദാഹരണം പറയാൻ, പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഷേവ് ചെയ്യുമ്പോൾ ഈ ആലത്തിന്റെ കല്ല് എപ്പോഴും ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ സ്കിന്ന് സ്മൂത്ത് ആക്കാനായിട്ടാണ്. ആഫ്റ്റർ ഷേവിങ്ങിനായിട്ട് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ആഫ്റ്റർ ഷേവ് ലോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആഫ്റ്റർ ഷേവ് ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്ലോ അപ്പ് ഉണ്ട്. ഗ്ലോ അപ്പ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല, പുരുഷന്മാർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ് നമുക്ക് ഗ്ലോ അപ്പ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്കിന്നിന്റെ ലൈറ്റനിങ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് ആലം എന്ന് പറയുന്നത്. അതെന്നുവെച്ചാൽ കറുപ്പിനെയൊക്കെ മാറ്റി സ്മൂത്ത് ആയിട്ട് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് ആലം. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഇതാണ്. ആൽക്കഹോൾ ഫ്രീ ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങളിലെല്ലാം. അത് കീസോളിന്റെ ഏത് ഉൽപ്പന്നങ്ങൾ എടുത്താലും, കോസ്മെറ്റിക്സ് എടുത്താലും, ഏതിലെടുത്താലും നമുക്ക് ആൽക്കഹോൾ ഫ്രീ ആണ്. അതുപോലെ തന്നെ പാരബൻ ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പണ്ടൊന്നും അറിയത്തില്ല. ഞാൻ സയൻസ് പഠിച്ച വ്യക്തിയല്ല, ആർട്സ് ആയിരുന്നു വിഷയം. പക്ഷെ RCM വന്നതിന് ശേഷം പാരബൻ പഠിച്ച് നമ്മൾക്ക് കോസ്മെറ്റിക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ചേർക്കുന്ന കുറെ രാസവസ്തുക്കൾ, അതുണ്ടെങ്കിൽ മാത്രമേ ദീർഘകാലത്തോടെ ഇതിന്റെ ഉപയോഗത്തിന് വേണ്ടി ഇരിക്കാൻ ധാരാളമായിട്ട് ചേർക്കാറുണ്ട്. പാരബിൻ എന്നാണ് അതിന് പറയാറുള്ളത്. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പാരബിൻ ചേർക്കാതാണ് ഉണ്ടാക്കിയത്, ശരീരത്തിന് ദോഷം ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ തന്നെ സിലിക്കോൺ ഫ്രീ ആണ്. സിലിക്കണിന്റെ ഒക്കെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായ ഉപയോഗത്തിലൂടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ടാകും. അതുപോലെ തന്നെ pH ബാലൻസ്ഡ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ മനുഷ്യ നമുക്ക് വേണ്ട ആ pH-നെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഇന്റിമേറ്റ് വാഷ് നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാറ്റുന്നു. നമ്മുടെ ഇത് പ്ലാന്റ് ബേസ്ഡ് ആണ്. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആണ് ഈ ഉൽപ്പന്നം. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേരെ എങ്കിലും എടുത്ത് അവരുടെ ശരീരത്തിൽ ഇത് ഉപയോഗിക്കുകയും ഇതിന് യാതൊരുവിധ സൈഡ് എഫക്ട് ഇല്ല എന്ന് പ്രൂവ് ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന്. ഇപ്പൊ നമ്മുടെ എല്ലാ ഉൽപ്പന്നവും, കീസോളിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതെന്നുവെച്ചാൽ ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്.
നമുക്ക് അത് ഈ ബോട്ടിൽ എല്ലാവർക്കും ആർസിഎമ്മിലുള്ള എല്ലാവർക്കും ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങണം ദയവായിട്ട്. ഞാൻ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നം വേറെ കിട്ടാനില്ല ഈ ജെൻസിന്. അപ്പം അതിനെ നമുക്ക് ഉപയോഗിക്കേണ്ടത് വളരെ ഇതായിട്ട് 1 2 ഡ്രോപ്പ് എടുത്താൽ മതി. കയ്യിൽ എടുത്തിട്ട് എവിടെയാണോ ഇന്റിമേറ്റ് ഏരിയ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അവിടെ ആദ്യം വെറ്റ് ആക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം എല്ലാം കഴുകിയതിന് ശേഷം വേണം. പ്രത്യേകിച്ച് ഇന്റിമേറ്റ് ഏരിയ സോപ്പ് തേക്കാതിരിക്കുക, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സോപ്പ് തേക്കുമ്പോൾ കയ്യിലൊക്കെ സോപ്പ് പറ്റും. അപ്പം അതെല്ലാം കഴുകി കളഞ്ഞിട്ട് ലാസ്റ്റ് കുളിച്ച് തീരാറാകുമ്പോൾ മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പൊ അതിനുശേഷം നന്നായിട്ട് തണുത്ത വെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ച് ഒരിക്കലും ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യരുത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എനിക്ക് ആൺകുട്ടികളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ആൺകുട്ടികളുടെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രചർമ്മം പുറകോട്ട് മാറ്റി അവിടെ ശരിക്കും വാഷ് ചെയ്യണം. അവിടെ ചില ഫംഗലൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളാണ്, അവർക്ക് അറിഞ്ഞുകൂടും. അവരിറിയ പിന്നെ അടിവസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ പെട്ടെന്ന് ഓടിച്ചെന്ന് കുളിക്കും പോരും. പക്ഷേ കൃത്യമായ രീതിയിൽ അത് വാഷ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് പിന്നെ അമ്മമാര് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക. അച്ഛന്മാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവർ കുളിക്കുന്ന സമയത്ത് വാഷ്റൂമിൽ കയറി നോക്കിയാൽ പോലും തെറ്റില്ല. കാരണം അവനവന്റെ കുഞ്ഞിന്റെ കാര്യം, അവന്റെ ഭാവി, അവൻ വരുമ്പോൾ അവൻ നാളെ ഒരു ഭർത്താവായി, ഒരു ഗൃഹസ്ഥനായ, ഒരു അച്ഛനായി മാറേണ്ടത് കൊണ്ട് ഇന്ന് തന്നെ അവന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. അവരത് കൃത്യമായിട്ട് ഇന്റിമേറ്റ് ക്ലീനിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. ചില കുട്ടികൾക്ക് അഗ്രചർമ്മം പുറകോട്ട് നീങ്ങില്ല, പെയിൻ ഉണ്ടാവും. അപ്പം കുട്ടി ഭയന്നിട്ട് അത് അഗ്രചർമ്മം ഫോർസ്കിൻ മാറ്റിയിട്ട് വാഷ് ചെയ്യാൻ ചിലപ്പോൾ മടി കാണിച്ചേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അച്ഛന്മാർ അത് കയറി കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കണം, സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യൂറിനേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴും വാഷ് ചെയ്യുന്ന ഒരു ശീലം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ പല രോഗങ്ങള്, പല കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാം. അവർ വളർന്നു വരുന്ന അവരൊരു പൗരനായി, ഒരു പുരുഷനായി മാറുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ഒരു പരാജയം സംഭവിക്കാതെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള. അവർക്ക് ഇന്റിമേറ്റ് ഏരിയയിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഇച്ചിങ്ങോ പിന്നെ റാഷസോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മൂഡേ മാറിപ്പോകും. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ അത് പ്രശ്നമാണ്. അപ്പൊ അതിനെ നമുക്ക് പരിഹരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് കീസോളിന്റെ മെൻസ് ഇന്റിമേറ്റ് വാഷ്. ഈ കാര്യത്തിൽ എല്ലാവരും നല്ലൊരു ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനെ നെഞ്ചോടെ ഏറ്റെടുക്കുക, മറ്റുള്ളവർക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ ബെഡ് സോർ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കിടപ്പ് രോഗികൾക്കായിട്ട് ആൾക്കാർക്ക് ഇത് കൊടുത്താൽ, എന്റെ 2 സുഹൃത്തുക്കളുടെ, ഒരാളുടെ അമ്മയ്ക്കും ഒരാളുടെ അച്ഛനും കിടപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് കൊണ്ട് കൊടുത്തു. ആ സമയത്ത് ശരിക്കും ഇത് അവർക്കത് ഭയങ്കര അനുഗ്രഹമായി. കാരണം ഒരിക്കൽ പോലും അവരുടെ പുറം പൊട്ടാനോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടാവാതെ പോയി. മരണത്തിന് ശേഷം അവര് തന്നെ എന്നോട് ഇത് പറഞ്ഞു. ഇത്രയും നാൾ കിടന്നിട്ട് പോലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് വന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് വലിയ ഒരു മനസ്സിന് സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇതാണ്, കിടപ്പ് രോഗികൾക്ക് പുറം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന് ഇത് നമ്മള് വെള്ളത്തിലൊഴിച്ച് ഒരു 3 4 തുള്ളി വെള്ളത്തിലൊഴിച്ചിട്ട് നല്ല തുണി കൊണ്ട് പിഴിഞ്ഞ് അത് തൂത്ത് കൊടുത്താല് വളരെ സ്മൂത്തനിങ് ആവും അവിടുത്തെ ചർമ്മം, പുറത്തെ ചർമ്മം. അപ്പം ബെഡ് സോർ വരുന്നവർക്ക് ഇത് നമുക്ക് കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ആൾക്കാർക്കും ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നിങ്ങൾ ഇത് പ്രചരിപ്പിക്കണം, ആൾക്കാരോട് പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. ഞാൻ ഇന്റിമേറ്റ് വാഷിന്റെ ഒരു വീഡിയോ 2 മിനിറ്റേ ഉള്ളൂ, അത് എല്ലാവരും ക്ഷമയോടെ ഒന്ന് കേൾക്കണം. ഞാനൊന്ന് കേൾപ്പിക്കാം. അതിന്റെ ഒരു വീഡിയോ കമ്പനിയിൽ നിന്ന് ചെയ്തിരിക്കുന്നതാണ്. हाँ शर्मा जी, बताइए आपको क्या समस्या है? आप आराम से बताइए, जरा भी संकोच ना रखिए। डॉक्टर, मुझे अपने प्राइवेट पार्ट में बहुत खुजली और बेचैनी रहती है। ये एक आम समस्या है जिससे बहुत से मर्द परेशान होते हैं। देखिए, फिट कपड़े पहनने की वजह से पसीना हमारे निजी अंगों को गीला और नम कर सकता है। इसकी वजह से त्वचा में फ्रिक्शन, खुजली और इन्फेक्शन का खतरा बढ़ जाता है। हाँ डॉक्टर, मैं बहुत परेशान रहता हूँ। इस प्रॉब्लम की वजह से मुझे बहुत शर्मिंदगी महसूस होती है।
क्या इसका कोई सॉल्यूशन नहीं? जी हाँ, कुछ खास प्रोडक्ट होते हैं जो मर्दों की बेचैनी और इस संक्रमण से राहत देने के लिए डिजाइन किए गए हैं। कीसोल एक ऐसा ही ब्रांड है जिसने कुछ साल पहले महिलाओं के लिए इंटीमेट हाइजीन वॉश लॉन्च किया था और जिसकी बेहतरीन सफलता के बाद अब कीसोल मेंस इंटीमेट हाइजीन वॉश लॉन्च किया है, जो पीएच बैलेंस फॉर्मूला, एंटीबैक्टीरियल और एंटी फंगल के गुणों के साथ आता है। अगर ये इफेक्टिव है तो मैं ट्राई करना चाहूंगा। जी हाँ, कीसोल मेंस इंटीमेट हाइजीन वॉश विशेष रूप से तैयार किया गया है, जिसमें टी ट्री ऑयल, एलेंटोइन, एलम के साथ कई नेचुरल इंग्रेडिएंट है, जिसकी वजह से ये आपके प्राइवेट पार्ट को न सिर्फ क्लीन करता है बल्कि बैड ऑर्डर और खुजली से भी राहत देता है। लेकिन डॉक्टर, क्या ये प्रोडक्ट सेफ है? बिल्कुल सेफ है। कीसोल मेंस इंटीमेट हाइजीन वॉश निजी अंगों की स्वास्थ्य और सुरक्षा को ध्यान में रखते हुए बनाया गया है, और इतना ही नहीं, ये प्रोडक्ट डर्मेटोलॉजिस्ट अप्रूव्ड भी है। इसका रेगुलर इस्तेमाल आपको न सिर्फ आराम और ताजगी का अनुभव देगा, साथ में बेस्ट हाइजीन केयर भी देगा। थैंक यू डॉक्टर, मैं आपकी मदद के लिए आभारी हूँ। यू आर वेलकम। अब संकोच की जरूरत नहीं है हाइजीन के बारे में। कीसोल के मेंस इंटीमेट हाइजीन वॉश के साथ आप आसानी से फ्रेश और क्लीन महसूस कर सकते हैं। അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു കാണും, അതിന്റെ ഗുണത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ബ്രീത്തബിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. വായു സഞ്ചാരമുള്ള നല്ല കോട്ടൺ അണ്ടർഗാർമെന്റ്സ് വേണം ധരിക്കാനായിട്ട്. അതും നമുക്ക് ആർസിമിലുണ്ട്. നമ്മൾ ഒഥൻസായുടെ പുരുഷന്മാർക്കുള്ള 2 ടൈപ്പ് ഉണ്ട്. ഡ്രങ്ക് മോഡലുണ്ട്, ബ്രീഫ് മോഡലുണ്ട്. അതും പല അളവുകൾ, കുഞ്ഞുങ്ങൾ തൊട്ട് പുരുഷന്മാർക്ക് എല്ലാവർക്കും നമുക്ക് പല അളവുകൾ 95, 100 വരെയുള്ള അളവുകളുണ്ട്. തീർച്ചയായിട്ടും ഇതും നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്. ഇതെല്ലാം നമുക്ക് ആർസിഎമ്മിലുണ്ട്. ഇതെല്ലാം ആർസിഎം നമുക്ക് തരികയാണ്. അത് ഒഥൻസ എന്നുള്ള ബ്രാൻഡാണ്. തീർച്ചയായിട്ടും നമുക്ക് ശുചിത്വപൂർണമായ ഒരു ജീവിതം അതൊരു ആചാരമായി അനുഷ്ഠിക്കണമെന്ന് ശ്രീനാരായണ ഗുരു തന്നെ പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ശുചിത്വം ഒരു ആചാരമായി മാറട്ടെ. എല്ലാവരും ശുചിത്വമുള്ളവരായി ഇത് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുന്നവരായി മാറുവാനും അതിനുള്ള പരിഹാരം ആർസിഎമ്മിൽ കൊടുക്കാമെന്ന് നമുക്കുള്ള ആത്മവിശ്വാസത്തോടെ നമുക്കിരിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രിയപ്പെട്ട രജിമോൻ സാറിനോട് നന്ദി പറയുന്നു. ഒപ്പം ഇതെന്നെ കേൾക്കാനായിട്ട് ഇന്ന് കയറിയ എല്ലാവർക്കും ഞാൻ നന്ദിയോടെ എല്ലാവരെയും ഓർക്കുന്നു. നന്ദി, നമസ്കാരം. പ്രദീപ് കുമാർ മല്ലപ്പള്ളി. ജി ആർ സിം സാർ.